വേണ്ടി നിങ്ങൾ രാത്രിയെയും പകലിനെയും ആരാധന നിരതരാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞ അവസാനം യുദ്ഖിലു മൻ യശഉ ഫി റഹ്മതി വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ഇങ്ങനെ രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു നേരമുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ സ്വർഗത്തിലേക്കും അതിക്രമകാരികളായ ആളുകളെ അള്ളാഹു അവർക്കായി തയ്യാറാക്കിയിട്ടുള്ള നരകത്തിലേക്കുമാണ് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞ് അന്ത്യനാളിൽ ഒടുക്കം എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഓർമ്മ സമ്മാനിച്ച് അവസാനിപ്പിക്കുന്ന സൂറത്തുൽ ഇൻസാൻ. അതാണ് വെള്ളിയാഴ്ചയിലെ സുബ്ഹിന്റെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ കേൾക്കുക. വെള്ളിയാഴ്ച ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്, അന്ത്യനാളിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. എനിക്ക് മൻ യശഉ ഫി റഹ്മതിഹി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടണമെന്ന ആഗ്രഹത്തിലാണ്. ഭൂമിയിലെ മുഴുവൻ ജന്തുക്കളും ജാഗ്രതായ ഒരു നേരത്ത് ആ സൂറത്തും കേട്ട് നമ്മൾ ഈ പ്രതിഫലത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആരാധനകളിൽ നിരതരാവുന്നത്. പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞു. അവൻ ചെയ്യേണ്ടത്, വെള്ളിയാഴ്ച ചെയ്യേണ്ടത് പരമാവധി തിരക്കുകൾ മാറ്റിവെച്ച് മൻ ഗസ്സല വഗ്തസല വബക്കറ വബ്തകറ വദന വസ്തമഅ വഅൻസത. ഒരു പക്ഷേ ഹദീസുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പല കർമ്മങ്ങൾക്കും പല കൂലികൾ പറഞ്ഞിട്ടുണ്ട്, പല പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കർമ്മത്തെ പറഞ്ഞ് ആ കർമ്മത്തിന് ഇത്രയും വലിയ പ്രതിഫലം പറഞ്ഞ മറ്റൊരു ഹദീസുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത് വെള്ളിയാഴ്ചയിലെ കർമ്മത്തെക്കുറിച്ചാണ്. പല കർമ്മങ്ങൾക്കും പല പ്രതിഫലവും ഹദീസുകളിൽ പറയാറുണ്ട്. എന്നാൽ ഒരു ഹദീസ് പറഞ്ഞ് ആ ഹദീസിൽ ഒരു കർമ്മത്തെ കുറിച്ച് പറഞ്ഞ് ആ കർമ്മം നിർവഹിച്ചാൽ ലഭിക്കുന്ന കൂലി, ഇത്രയും വലിയ കൂലി പരിചയപ്പെടുത്തപ്പെട്ട മറ്റൊരു ഹദീസുണ്ടോ എന്ന കാര്യം സംശയമാണ്. അങ്ങനെ ഒരു ഹദീസാണത്. ഒരാൾ കുളിച്ചു, തലകഴുകി കുളിച്ചു, തലകഴുകി കുളിച്ചു, അങ്ങനെയാണ് അതിന് നൽകപ്പെട്ട അർത്ഥതലങ്ങളിൽ ഒന്ന്. അല്ലെങ്കിൽ കുടുംബത്തോട് കുളിക്കാൻ ആവശ്യപ്പെട്ടു, കുളിച്ചൊരുങ്ങിയിട്ട് നേരത്തെ പള്ളിയിൽ പോവണം എന്ന ആഗ്രഹത്തോടെ പള്ളിയിലേക്ക് എത്തിയിട്ട് ഇമാമി, ഇത് വെള്ളിയാഴ്ചയാണെന്ന ബോധത്തോടെ ഇമാമിനടുത്തേക്ക് ചെന്നിരുന്ന് പരമാവധി മുന്നിലുള്ള സഫിലേക്ക് കയറിയിരുന്ന് ഇമാമ് പറയുന്ന കാര്യങ്ങൾ, ഖതീബ് ഖുത്ബയിൽ ഉത്ബോധനം നടത്തുന്ന ഉത്ബോധനങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് വഅൻസത, മൗനിയായി നിന്ന്. അങ്ങനെ ഒരാൾക്ക് വെള്ളിയാഴ്ച ചെലവഴിക്കാൻ കഴിഞ്ഞാൽ കാനലഹു, ഹദീസിന്റെ പ്രതിഫലം പറയുന്നിടത്താണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത്. കാനലഹു അജ്റു സനത്തിൻ സിയാമിഹ വഖിയാമിഹ ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ. അവൻ പള്ളിയിലേക്ക് ചവിട്ടി നടക്കുന്ന ഓരോ ചവിട്ടടിക്കും, ഓരോ സ്റ്റെപ്പിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരു വർഷത്തെ നിസ്കാരത്തിന്റെയും ഒരു വർഷത്തെ നോമ്പിന്റെയും പ്രതിഫലമാണ്. ഇങ്ങനെ ഒരു പ്രതിഫലം മറ്റേതെങ്കിലും കർമ്മങ്ങൾക്കുള്ളതായി എൻ്റെ അറിവിലില്ല. ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുമ്പോൾ പള്ളിയിലേക്ക് നമ്മൾ ഒരു കാലെടുത്ത് വെച്ച് ഏത് രൂപത്തിലാവണം? കുളിക്കണം, വൃത്തിയാവണം, എൻ്റെ പ്രദേശത്തെ വിശ്വാസികളോടൊത്ത് ഈ ആഴ്ചയിലെ പെരുന്നാളിനെ അനുഭവിക്കാനാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നതെന്ന വിചാരമുണ്ടാവണം. സന്തോഷത്തോടെ പള്ളിയിലേക്ക് വരണം. ഇമാമിനടുത്തേക്ക് പരമാവധി എത്ര അടുത്ത് സഫിൽ മുന്നിൽ കയറിയിരിക്കാൻ കഴിയുമോ അങ്ങനെ ഇരിക്കണം. ഖതീബ് പറയുന്ന 2 ഖുതുബകൾ അത് ശ്രദ്ധാപൂർവം കേൾക്കണം. ദീനുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളാണെന്ന വിചാരത്തോടെ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണെന്ന വിചാരത്തോടെ അത്രയേ വേണ്ടതുള്ളൂ. ആ വിചാരത്തോടെ അറബിയിൽ പറയുന്ന വാക്കുകളാണെങ്കിലും അത് ശ്രദ്ധാപൂർവം കേൾക്കണം. ഉപദേശം എന്ന പോലെ അത് കേൾക്കണം. ഒരു ശബ്ദവും ഉണ്ടാക്കരുത്. ഇങ്ങനെ ഒരാൾ ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ എടുത്തു വെക്കുന്ന ഒരു ചവിട്ടടിക്ക് നൽകുന്ന പ്രതിഫലമാണ് ഒരു വർഷത്തെ പ്രതിഫലം. ഒരു വർഷത്തെ പ്രതിഫലം എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ വിശദീകരിക്കാൻ, ഒരു വർഷം എന്തിന്റെ പ്രതിഫലമാണ്? സിയാമിഹ വഖിയാമിഹ, ഒരു വർഷം ഉടനീളം നിസ്കരിച്ചതിന്റെ പ്രതിഫലവും ഒരു വർഷം ഉടനീളം നോമ്പെടുത്തതിന്റെ പ്രതിഫലവും. ഇനി നിങ്ങൾ ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ പള്ളിയിലേക്ക് ഏകദേശം ഒരു 100 മീറ്റർ ദൂരം ഉണ്ടാവുമല്ലോ. ആ 100 മീറ്റർ ദൂരം നടന്നു വരുന്ന ഒരാൾ, 100 മീറ്റർ ദൂരമാണെങ്കിൽ 100 മീറ്റർ ദൂരം നടന്നു വരുന്ന ഒരാൾ, ചുരുങ്ങിയത് ഒരാൾ എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് 3/4 മീറ്ററാണ്. നമ്മളൊരു കാലെടുത്ത് വെച്ചാൽ അതിന് 3/4 മീറ്റർ ആണാവുക. അങ്ങനെ വരുമ്പോ 100 മീറ്റർ ദൂരം ചവിട്ടി നടക്കാൻ നമുക്ക് ഏകദേശം 133 സ്റ്റെപ്പുകൾ എടുത്തു വെക്കേണ്ടി വരും. 133 സ്റ്റെപ്പുകൾ എടുത്തു വെച്ച്
നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പള്ളിയിലേക്ക് നമ്മൾ നടന്നെത്തിയിട്ട് പള്ളിയിൽ പ്രവേശിച്ച് ഇമാമിനോട് അടുത്ത് നിന്ന് ഖുതുബകൾ ശ്രവിച്ച് ശ്രദ്ധയോടെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഈ ആരാധനയുടെ ഭാഗമായാൽ നമ്മൾ എടുത്തു വെക്കുന്ന 133 സ്റ്റെപ്പുകൾക്ക് അല്ലാഹു നൽകുന്നത് 133 വർഷങ്ങളുടെ നിസ്കാരത്തിന്റെയും 133 വർഷങ്ങളുടെ നോമ്പിന്റെയും പ്രതിഫലമാണ് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയിൽ പള്ളിയിലേക്ക് ആത്മാർത്ഥതയോടെ കുളിച്ചൊരുങ്ങി വന്നിരുന്നാൽ പടച്ചറബ് നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പമാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓരോ വെള്ളിയാഴ്ചയും 100 കൊല്ലം നിസ്കരിച്ചതിന്റെയും 100 കൊല്ലം നോമ്പെടുത്തതിന്റെയും പ്രതിഫലം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ആ വെള്ളിയാഴ്ചയോടുള്ള മര്യാദയും മതവും കാണിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമാവുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസത്തെയാണ് നമ്മൾ പലപ്പോഴും ലാഘവത്തോടെ കാണുന്നത്. മാത്രമല്ല, പള്ളിയിലേക്ക് അങ്ങനെ നമ്മൾ വിരുന്ന് വരുമ്പോ പള്ളിയുടെ ഓരോ പള്ളികളുടെ കവാടങ്ങളിലും മലക്കുകൾ ഉണ്ടാകും. റിസപ്ഷനലിസ്റ്റുകളായി മലക്കുകൾ ഉണ്ടാകും. വിരുന്നെത്തുന്ന പള്ളിയിലെത്തുന്ന ആളുകളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രതിഫലം നൽകാൻ മലക്കുകൾ ഉണ്ടാകും. ആദ്യം വരുന്നവർക്ക് ഒരൊട്ടകം അറുത്തുകൊണ്ട് പാവങ്ങൾക്ക് സമ്മാനിച്ചതിന്റെ സദഖ ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തുകയാണ്. ഇതാ ഇന്നയാള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിസപ്ഷനലിസ്റ്റുകളായി മാലാഖമാർ നിയോഗിതരാവുന്ന നാളാണ് എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഈ പ്രതിഫലം വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? ആഴ്ചയിൽ ഒരു നാൾ അള്ളാഹു ഇങ്ങനെ പെരുന്നാളായി തന്നു. ഇനി ഉച്ചക്ക് നമ്മൾ പള്ളിയിലെത്തി സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ അതിന്റെ പ്രതിഫലമുണ്ട്, സ്വലാത്ത് ചെല്ലുമ്പോ അതിന്റെ പ്രതിഫലമുണ്ട്, ദിക്റുകൾ ചെല്ലുമ്പോ അതിന്റെ പ്രതിഫലമുണ്ട്, നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോ അതിന്റെ പ്രതിഫലമുണ്ട്, ഖുതുബ ശ്രവിക്കുമ്പോ അതിന്റെ കൂലിയുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ചെന്നാലോ? പുറത്തേക്ക് ചെന്ന് ഇന്നത്തെ വൈകുന്നേരം വരെ പ്രധാനപ്പെട്ട സമയമാണ്, അസ്തമാനം വരെ. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫീഹി സഅ, ഒരു സമയമുണ്ട്, ഒരു ടൈമുണ്ട്. അതെത്രയാണ് അതിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ടൈമുണ്ട്. റമളാനിൽ ലൈലത്തുൽ ഖദ്ർ പോലെ വെള്ളിയാഴ്ചയിൽ ഒരു നേരമുണ്ട്. അവിടെ ഒരു ചോദ്യം, ആ സമയത്തൊരു ചോദ്യം അടിമയിൽ നിന്ന് അള്ളാഹുവിങ്കിലേക്ക് ചെന്നാൽ ആ ചോദ്യം അള്ളാഹുവിനാൽ ഉത്തരം നൽകപ്പെടാതിരിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു നേരമുണ്ട്. ആ നേരം ഏത് സമയമാണ്? നമ്മൾ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിനാണ് എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾ പറയുന്നത് ആ നേരം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ഉള്ള നേരമാണ് എന്നാണ്. വെള്ളിയാഴ്ചയിലെ അവസാനത്തെ നേരം നമ്മുടെ പിതാവിന്റെ ജന്മനാളിനെ ആഘോഷിച്ച്, നമ്മുടെ പിതാവിന്റെ വഫാത്തിനെ ഓർമ്മിച്ച്, നമ്മുടെ പിതാവ് ഭൂമിയിലേക്ക് എത്തിയതിനായ വിറക്കി, ഈ ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിന്റെയും ഒടുക്കത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് മനസ്സിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് അവസാനം ആ ദിവസം തീരെയാണ്. ഒട്ടകത്തെ അറുത്തതോ അല്ലെങ്കിൽ മാടുകളെ അറുത്തതോ ആടുകളെ അറുത്തതോ ആയ കൂലികൾ വാങ്ങി ഓരോ ചവിട്ടടിക്കും 100 കണക്കിന് വർഷങ്ങളുടെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും പ്രതിഫലം വാങ്ങി ഒടുങ്ങുന്ന ഒരു വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പോ പടച്ചറബിനോട് ചോദിക്കണം, റബ്ബേ, ഇതാ ജന്തുക്കൾ മുഴുവൻ ഇന്നത്തെ നാൾ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഒടുക്കത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ കഴിവിന്റെ പരമാവധി ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ അൽ കഹ്ഫ് ഓതിയിട്ടുണ്ട്, ഞാൻ സുബ്ഹ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്, സുബ്ഹിനോതുന്ന സജ്ദയുടെയും ഇൻസാന്റെയും അർത്ഥതലങ്ങളിലൂടെ ഞാൻ കണ്ണോടിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആനിൽ നിന്ന് സൂറത്തുൽ കഹ്ഫ് അടക്കമുള്ള കുറച്ചെങ്കിലും ഭാഗം ഓതാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ ആത്മാർത്ഥതയോടെ ചവിട്ടടികൾക്ക് പ്രതിഫലം ലഭിക്കണമെന്ന ആശയോടെ പള്ളിയിലേക്ക് നടന്നു ചെന്നിട്ടുണ്ട്, ഞാൻ കഴിവിന്റെ പരമാവധി ഇമാമിനോട് അടുത്ത സഫിൽ തന്നെ ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മലാഖമാരുടെ പ്രതിഫലം നേടണമെന്ന ആഗ്രഹം ഞാൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, റബ്ബേ തരേണ്ടവൻ നീയാണ്, നീ എനിക്ക് അത് തരണേ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വെള്ളിയാഴ്ച. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അത് മഗ്രിബിന്റെ തൊട്ട് മുന്നിലുള്ള സമയമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് അത് 2 ഖുത്ബകൾക്ക് മധ്യേ ഇമാം ഇരിക്കുന്ന ഒരു നേരമാണ് എന്നാണ്. 2 ഖുത്ബകൾക്ക് മധ്യേ ഇമാം മിമ്പറിൽ ഇരിക്കുന്ന ഒരു നേരം. ആ നേരത്താണ് റബ്ബേ നിന്റെ താഅത്തിലായുള്ള ഒരു ജീവിതം എനിക്ക് തരണേ എന്ന്, റബ്ബേ നിന്റെ താഅത്തിലായി ജീവിക്കുന്ന നേരത്ത് നീ എന്നെ തിരിച്ചു വിളിക്കണമേ എന്ന്, റബ്ബേ നിന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന ഒരാളായി എന്നെ കബൂലാക്കണേ എന്ന് ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ റബ്ബിനോട് പറയേണ്ട നേരം, സ്വീകരിക്കപ്പെടുന്ന നേരം 2 ഖുത്ബകളുടെ മധ്യേയുള്ള നേരമാണ് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, നിസ്കാരത്തിൽ തന്നെയാണ് എന്ന അഭിപ്രായമുണ്ട്. ജുമുഅ നിസ്കാരത്തിന്റെ അവസാനത്തെ ഭാഗം അത്തഹിയ്യാത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട
3-4 ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. അള്ളാഹുവിനോട് അതിനു മുമ്പ് പൊറുക്കലിനെയും തേടാറുണ്ട്. ആ തേടുന്ന നേരമാണ് ആ ഉത്തരം ലഭിക്കുന്നതിന്റെ നേരം എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതല്ലാത്ത നേരങ്ങളാണ് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഏത് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതാണെങ്കിലും ആ നേരങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പടച്ചറബ് വലിയ കാരുണ്യവാനാണ്. നമുക്ക് ലഭിക്കണം ആ നേരത്തിന്റെ പ്രതിഫലം എന്ന ആശയോടെ നമ്മൾ നേരങ്ങളെ വിനിയോഗിക്കുകയാണെങ്കിൽ റബ്ബ് നമുക്ക് കൂലി തരാതിരിക്കില്ല. അല്ലെങ്കിലും റബ്ബ് ഇങ്ങനെ നേരങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ, നമുക്ക് പ്രതിഫലം തരണമെന്ന ആഗ്രഹത്താലാണല്ലോ. ആയുസ് കുറഞ്ഞ ഈ ഉമ്മത്തിങ്ങൾക്ക് കൂടുതൽ ആയുസ് ജീവിച്ച ആളുകളുടെ പ്രതിഫലം നൽകാൻ വേണ്ടി പടച്ചറബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ് ചവിട്ടടികൾക്ക് വർഷങ്ങളുടെ സമാനമായ പ്രതിഫലം നൽകുമെന്ന വാഗ്ദാനങ്ങളൊക്കെ. ആ വാഗ്ദാനങ്ങൾ ഇത് നമുക്കായി ലഭിച്ചിട്ടുള്ളതാണ് എന്നും മാത്രമല്ല, ജൂതന്മാർക്ക് ശനിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും നൽകിയ അള്ളാഹു അവക്ക് മുമ്പേ വരുന്ന വെള്ളിയാഴ്ച, അതാണല്ലോ ക്രമം. വെള്ളി, ശനി, ഞായർ, അതാണല്ലോ ക്രമം. ശനി ജൂതർക്ക് നൽകുകയും ഞായർ അതുപോലെ ക്രിസ്ത്യാനികൾക്ക് നൽകുകയും ചെയ്തപ്പോൾ പടച്ചറബ് മുഹമ്മദീയ ഉമ്മത്തിനായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിനായി മാറ്റിവെച്ചതാണ് ഈ നാളിനെ എന്ന് പറയുന്ന ഹദീസ് ഉള്ളത് സഹീഹുൽ ബുഖാരിയിലാണ് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കായി പ്രതിഫലം നൽകാൻ വേണ്ടി മാറ്റിവെച്ച ഈ ഉമ്മത്തിനോട്, മുഹമ്മദീയ ഉമ്മത്തിനോട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കി തരുന്ന ഒരു നാൾ കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച എന്നത്. അതുകൊണ്ട് ലാഘവത്തോടെ കാണരുത്. എനിക്ക് ഈ സദസ്സിനോട് പറയാനുള്ളത് അതാണ്. ഓരോ വെള്ളിയാഴ്ചകളും വരും. അൽ കഹ്ഫ് ഓതിയിട്ട് ആ വെള്ളിയാഴ്ചകളിൽ നമ്മൾ വെളിച്ചം നേടണം. സുബ്ഹിന് പള്ളിയിലെത്തിയിട്ട് നമ്മൾ തിരിച്ചറിവ് നേടണം. ജുമുഅക്ക് നേരത്തെ എത്തിയിട്ട് നമുക്ക് ചവിട്ടടികളുടെ പ്രതിഫലങ്ങൾ നേടണം. അറവ് നൽകിയിട്ട് പാവങ്ങൾക്ക് സമ്മാനിച്ചതിന്റെ കൂലി നേടണം. അങ്ങനെ കുളിച്ചും ഒരുങ്ങിയും ഒരുമിച്ച് ചേർന്നിരുന്ന് നമുക്ക് ഐക്യബോധമുണ്ടാക്കണം. നമ്മൾ തമ്മിലുള്ള സ്നേഹം, നമ്മൾ തമ്മിലുള്ള ഐക്യം. നിർബന്ധിതരായി നിങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കൂ. അതാണല്ലോ ജുമുഅയുടെ ശാസനയുടെ ആകത്തുക എന്ന് പറയുന്നത്. സാധാരണ ജമാഅത്തുകൾക്ക് അത് നിർബന്ധ ബാധ്യതയായിട്ടല്ല നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ചിലപ്പോഴൊക്കെ അസൗകര്യങ്ങൾ വന്നേക്കാം. എന്നാൽ ആഴ്ചയിൽ ഒരു നാൾ, അത് ഏറ്റവും വിശിഷ്ടമായ നാൾ, ആ നാളിൽ നിങ്ങൾ ഒരു പ്രദേശത്തുകാർ ഒരുമിച്ച് ചേരണം, തോളോട് തോള് ചേർന്ന് നിൽക്കണം. ആ തോളോട് തോള് ചേർന്ന് നിങ്ങൾ എന്റെ ഉപദേശം കേൾക്കണം, റബ്ബിന്റെ ഉപദേശം കേൾക്കണം, അവന്റെ സൂറത്തുകൾ കേൾക്കണം, അവന്റെ കലാമുകൾ അനുഭവിക്കണം, അല്ലാഹു അക്ബർ പറയണം, അങ്ങനെ അസ്സലാമു അലൈക്കും പറയണം. സമൂഹത്തിന് സമാധാനം നൽകാൻ കഴിയുന്ന നല്ല പൗരന്മാരായി ഞങ്ങൾ ഒരുമിച്ച് മാറിത്തീർന്നിട്ടുണ്ട് എന്ന സമൂഹത്തിന് പ്രഭചുരുത്താൻ കഴിയുന്ന ആളുകളായി നമുക്ക് മാറിത്തീരാൻ കഴിയണം. അപ്പോഴാണ് വെള്ളിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വെള്ളിയാഴ്ചയെയും അതിന് അല്ലാഹു ഏതൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്തി കൂടുതൽ പ്രതിഫലം നേടുന്ന ദിവസങ്ങളായി ഇനി അങ്ങോട്ടുള്ള വെള്ളിയാഴ്ചകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി